ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കുമെന്നും അല്ലെങ്കിൽ കേബിൾ മുറിച്ചു മാറ്റുമെന്നുമുള്ള നിലപാടിനെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് വൻകിടക്കാരെ സഹായിക്കാനാണ് തീരുമാനമെന്ന് അസോസിയേഷൻ ആരോപിച്ചു. വാടക വർദ്ധിപ്പിച്ച നടപടി കേബിൾ ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുകയാണ്. തുക പുനർനിശ്ചയിച്ചുള്ള തീരുമാനം KCB ഉദ്യോഗസ്ഥർ നടപ്പാക്കിയിട്ടില്ല. ഇതിനിടെയാണ് കേബിൾ മാറ്റിക്കൊണ്ടുള്ള ചില ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഈ തീരുമാനം നടപ്പായാൽ കേരളത്തിൽ കേബിൾ TV ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുമെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. പോസ്റ്റ് വാടക 100 രൂപയായി ചുരുക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കണം. ബുധനാഴ്ച കരിദിനം ആചരിക്കാനാണ് തീരുമാനം. KCB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. COA പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി KV രാജൻ, PS രജനീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓരോ കേബിളിനും പ്രത്യേക നിരക്ക് വേണമെന്നും അതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന എല്ലാ കേബിളിലും ടാഗ് ചെയ്തില്ലെങ്കിൽ അത് വിച്ഛേദിക്കുമെന്നും ഇത് ഈ ജനുവരി 31-നുള്ളിൽ പൂർണ്ണമായും അഴിച്ച് മാറ്റിയില്ലെങ്കിൽ എല്ലാ കേബിളുകളും ഡിസ്മാൻഡിൽ ചെയ്യും എന്ന രീതിയിലുള്ള വലിയ കടുത്ത നിബന്ധനകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരെ പാടെ തകർക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ ടി ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ 31-ാം തീയതി കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബോർഡിൻ്റെ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലും കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്.